ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് കടമ്പ ഡൈനാസ്റ്റി, രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പൾസസ്, ആദിത്യ L1, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, അർബൻ കമ്മീഷൻ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് നഖൂറ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കടമ്പ ഡൈനാസ്റ്റിയെ കുറിച്ചാണ്. കടമ്പ ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ റീസെൻ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്തതിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിനകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കടമ്പ ഡൈനാസ്റ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കടമ്പ ഡൈനാസ്റ്റി എന്നുള്ള പേരിൽ ഇന്ത്യയിൽ ഒരു 3-4 ഡൈനാസ്റ്റീസ് പല പല കാലഘട്ടങ്ങളിലായിട്ട് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കടമ്പാസ് എന്ന് പറയുന്നത് AD 345 തൊട്ട് 540 വരെ ഇന്നത്തെ കർണാടകയുടെ ഒക്കെ അഡ്ജോയിനിങ് റീജൻസിൽ, ഏകദേശം കർണാടക അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ സദേൺ ഏരിയാസ് ഒക്കെ ഉൾപ്പെടുന്ന ചില ഭാഗങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഡൈനാസ്റ്റിയാണ് കടമ്പ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അത് ഒരു മയൂര ശർമ്മ എന്ന് പറയുന്ന ആളാണ് AD 345 ഈ ഡൈനാസ്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 10 to 1400s, അതായത് ഒരു 10-ാം നൂറ്റാണ്ട് തൊട്ട് 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഗോവ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്ന മറ്റൊരു കടമ്പ ഡൈനാസ്റ്റി ഉണ്ട്. അവരെയാണ് കടമ്പാസ് ഓഫ് ഗോവ എന്ന് വിളിക്കുന്നത്. അവർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കല്യാണിയിലെ ചാലൂക്യാസിന്റെ സബോർഡിനേറ്റ്സ് ആയിരുന്നു എന്നും അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 3 തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആണുള്ളത്. അതായത് ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് മിക്കതും രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് നാഷണൽ പാർട്ടീസ്, 2 സ്റ്റേറ്റ് പാർട്ടീസ്. ഈ നാഷണൽ പാർട്ടീസും സ്റ്റേറ്റ് പാർട്ടീസിനെയാണ് നമ്മൾ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വിളിക്കാം. അപ്പോൾ അവർക്ക് ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് ചില പ്രിവിലേജസ് ഒക്കെ കിട്ടും. ഇപ്പോൾ എയർ ടൈമിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ പ്രചരണം നടത്തുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ ഈ സ്റ്റേറ്റ് പാർട്ടീസിനും നാഷണൽ പാർട്ടീസിനും ചില അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് പാർട്ടീസും നാഷണൽ പാർട്ടീസും അല്ലാത്ത പാർട്ടികളെയാണ് രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വിളിക്കുക. അതായത് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഒരു സ്റ്റേറ്റ് പാർട്ടിയോ നാഷണൽ പാർട്ടിയോ ആവാനുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവർ അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഇലക്ഷൻ സിമ്പിൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടൈം ടു ടൈം അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. ഉദാഹരണത്തിന് ഈ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കേസിൽ അവർക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു നാഷണൽ പാർട്ടി ആണെങ്കിൽ അവരുടെ സിമ്പിൾ ഇന്ത്യയിൽ എവിടെയും അവർക്ക് ആ സിമ്പിൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് പാർട്ടി ആണെങ്കിൽ ആ സ്റ്റേറ്റിനകത്ത് ആ സിമ്പിൾ അവർക്ക് ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആകുന്ന സമയത്ത് ആ സിമ്പിൾ അവർക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സിമ്പിൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, ഈ അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന് സിമ്പിൾസ് അലോക്കേറ്റ് ചെയ്യാൻ പുതിയ ചില കണ്ടീഷൻസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ടുള്ളൊരു വാർത്തയുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഇത്തരത്തിൽ ഈ ഇലക്ഷൻ സിമ്പിൾ ഇവർക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അവർ ലാസ്റ്റ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സിലുള്ള അവരുടെ അക്കൗണ്ടിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്യണമെന്നും, അതുപോലെ തന്നെ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഇവർ പങ്കെടുത്തിട്ടുള്ള 2 ഇലക്ഷൻസിലെ ഇവരുടെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ആ പാർട്ടിയുടെ ഓഫീസ് ബെയറർ ആയിട്ടുള്ള 2 ആളുകളുടെ സിഗ്നേച്ചേഴ്സും ഈ അപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ ടൈം ടു ടൈം സിമ്പിൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സിമ്പിൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ചില അഡീഷണൽ ക്രൈറ്റീരിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ കുറിച്ചാണ് ഈ ന്യൂസിനകത്തുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ നാഷണൽ പാർട്ടീസ് എന്താണ്, സ്റ്റേറ്റ് പാർട്ടീസ് എന്താണെന്നൊക്കെ ഉള്ളത് ഇതിന് മുമ്പത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് പൾസസ് ആണ്. അപ്പോൾ ഈ പൾസസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പൾസ് പ്രൊഡ്യൂസറും അതുപോലെ തന്നെ പൾസസിന്റെ ഏറ്റവും വലിയ കൺസ്യൂമറും അതുപോലെ തന്നെ പൾസസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടറും ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള പൾസസിന്റെ ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂണിയൻ കോർപ്പറേഷൻ മിനിസ്റ്റർ ഫാർമേഴ്സിനോട് പൾസസ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ഫാർമേഴ്സ് പൾസസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അതിനൊരു മാർക്കറ്റ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു അഷുറൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, അല്ലെങ്കിൽ നാഫെഡ് എന്ന് പറയും. ഈ നാഫെഡ് ഈ പൾസസ് ഫാർമേഴ്സ് എത്രയധികം പൾസസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാലും നാഫെഡ് ഇത് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യും. നാഫെഡും അതുപോലെ തന്നെ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NCCF എന്ന് പറയും. ഈ രണ്ട് ഏജൻസീസും ഇത് പ്രൊക്യൂർ ചെയ്യുന്നു. ആ പ്രൊക്യൂർമെന്റ് ഒന്നുകിൽ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലോ ഇവർ പ്രൊക്യൂർ ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ടാണ് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ
പൾസസിന്റെ പ്രൊഡ്യൂസറും ഏകദേശം ലോകത്തിലെ ടോട്ടൽ പൾസസ് പ്രൊഡക്ഷന്റെ 25% നടക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും വലിയ കൺസ്യൂമർ, ലോകത്തിലെ ടോട്ടൽ പൾസസിന്റെ 27% കൺസംഷൻ നടക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ പൾസസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ 14% ഇമ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇന്ത്യ നമ്മളൊരു എക്സ്പോർട്ട് ഇമ്പോർട്ട് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിന്റെ കേസിൽ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഇമ്പോർട്ട് കുറക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ മാർക്കറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം ഈ ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആദിത്യ L1 ആണ്. ആദിത്യ L1നെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. അപ്പോൾ ആദിത്യ L1 ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 16 ഒരു പുതിയൊരു മാനുവൽ നടത്തിയതായിട്ടുള്ള ന്യൂസ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആദിത്യ L1 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾറെഡി നമ്മൾ 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ജസ്റ്റ് ഒന്നുകൂടി കേൾക്കുക. ആദിത്യ L1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ബേസ്ഡ് സോളാർ ഒബ്സർവേറ്ററി മിഷനാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് 2023 സെപ്റ്റംബർ 2 PSLV C57 എന്നുള്ള റോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും 7 പേലോഡ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന സണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സണ്ണിന്റെ ഫോട്ടോസ്ഫിയർ, അതുപോലെ തന്നെ ക്രോമോസ്ഫിയർ, അതുപോലെ തന്നെ സണ്ണിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള കൊറോണ, ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകദേശം 7ഓളം പേലോഡ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ L1 എന്ന് വിളിക്കാനുള്ള കാരണം അത് ലഗ്രാഞ്ച് പോയിന്റ് 1 അതിനെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്താണെന്ന് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 സെലസ്റ്റിയൽ ബോഡീസിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ന്യൂട്രലൈസ് ചെയ്യുന്ന പോയിന്റുകളെയാണ് നമ്മൾ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ 5 ലഗ്രാഞ്ച് പോയിന്റ്സ് ആണ് നമ്മുടെ എർത്തിനും സണ്ണിനും ഇടയിലുള്ളതായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഫേസ് ചെയ്യുന്ന വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്ന് മനസ്സിലാക്കിയത് നമ്മൾ ബേസിക്കലി ഗവേണൻസിനകത്ത് GS2 വരുന്ന ഗവേണൻസിനകത്ത് പഠിക്കുന്ന ഒരു ഏരിയയാണ്. സോ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് കാണുന്ന നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏജൻസീസും ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ NGOs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നമുക്ക് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്ന് വിളിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാറുള്ളത് പബ്ലിക് വെൽഫെയറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ സിവിലിയൻസിന്റെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ചില ഇൻട്രസ്റ്റുകൾ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുക. അതിൻ്റെ ഒരു പ്രോമിനന്റ് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇവിടെയുള്ള NGOസിനെ കുറിച്ച് അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിനെ പറയാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇവരുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, എസ്പെഷ്യലി ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ വൈബ്രന്റ് ആയിട്ടുള്ള ഡെമോക്രസിയിലും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റി ഉണ്ടാവണം എന്നാണ് പറയാം. അപ്പോൾ ഈ എന്താണ് ഒരു ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഡിഫൻഡേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ് ആണ്. അതായത് ഒരു സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്കകത്ത് ഡെമോക്രാറ്റിക് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകുന്നതൊക്കെ പലപ്പോഴും ഇവരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ, അതുപോലെ തന്നെ ഇപ്പോൾ എൻവയോൺമെന്റൽ സൈഡിലാണെങ്കിൽ ഗ്രീൻ പീസ് ഒക്കെ പോലുള്ള സംഘടനകളൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാൻ സഹായിക്കുന്ന, അതായത് ഗവൺമെന്റ് ആർബിട്രറി നേച്ചറിൽ അവരുടെ അധികാരം ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഏജൻസിയും കൂടിയാണ് ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്ന് പറയും. കാരണം ഗവൺമെന്റിനെ കുറച്ചും കൂടി അക്കൗണ്ടബിൾ ആക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസിന്റെ ഒരു ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഈ ട്രൈബൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഒക്കെ ഏരിയസിൽ വർക്ക് ചെയ്യുന്ന സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് അവർക്കകത്ത് വലിയ ഇതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കാറുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ലിറ്ററസി ആണെങ്കിലും അതല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഈ സോഷ്യൽ ഈവിൾസ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും ഇറാഡിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ജനങ്ങൾക്കിടയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഗവൺമെന്റ് വളരെ ഫോർമൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അതിനെക്കാട്ടിലും ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ഓൺ ദി ഗ്രൗണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനെ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കസി, റെസ്പോൺസീവ്നെസ് ടു ഗ്രാസ് റൂട്ട് ഇഷ്യൂസ്, ഈ കാര്യങ്ങളൊക്കെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാം.
ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഈ ആർട്ടിക്കിളിനകത്തും പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഒപ്രഷൻ ആണ്. അതായത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എല്ലാ കാലത്തും നമ്മൾ ഏതൊരു ഡെമോക്രസിയിൽ നോക്കിക്കഴിഞ്ഞാലും സ്റ്റേറ്റിന്റെ ഒരു നല്ല സ്റ്റേറ്റിന്റെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റിനെ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഗുഡ് ബുക്സിലുള്ള ആൾക്കാരായിരിക്കില്ല സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്. കാരണം അവർ കൂടുതലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെ കൂടുതൽ പുറത്തു കൊണ്ടുവരുന്നതൊക്കെ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒപ്രഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻസ് നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് എസ്പെഷ്യലി ലാസ്റ്റ് ഒരു 7 to 8 years ആയിട്ട് ഇത് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പല സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിൻ്റെയും രജിസ്ട്രേഷൻ റദ്ദാക്കുക, എസ്പെഷ്യലി FCRA രജിസ്ട്രേഷൻ റദ്ദാക്കുക, അവർക്കെതിരായിട്ടുള്ള കേസുകളുടെ എണ്ണം കൂടുക, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇവരൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഓപ്പറേഷന് അതുപോലെ തന്നെ ഇവർക്കുള്ള ഫണ്ടിങ് റെസ്ട്രിക്ഷൻസ്, അതായത് ഓൾറെഡി സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഉള്ള ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പബ്ലിക് ഫണ്ടിങ്ങിലൂടെയാണ് ഇവർ സർവൈവ് ചെയ്യുന്നത്. കാരണം ഗവൺമെന്റ് ഫണ്ടിങ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. മറ്റുള്ള പബ്ലിക് ഫണ്ടിങ്ങിലൂടെയാണ് ഇവർ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി ലിമിറ്റഡ് ആണ്. അതിന്റെ കൂടെ ഇപ്പോൾ പല സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനും കിട്ടുന്ന ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ ഫോറിൻ ഫണ്ടിങ് ആണ്. പക്ഷേ ഈ ഫോറിൻ ഫണ്ടിങ്ങിന് ഈ FCRA ലൈസൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ FCRA ലൈസൻസുകൾ വലിയൊരു ശതമാനം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനും റിന്യൂ ചെയ്ത് കൊടുക്കാൻ ഗവൺമെന്റ് വിസമ്മതിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഫണ്ടിങ് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇവർക്കെതിരായിട്ട് വരുന്ന ലീഗൽ ആക്ഷൻസ്, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആംനസ്റ്റി ഇന്റർനാഷണലൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഒരുപാട് നിയമ നടപടികൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതും ഈ സ്റ്റേറ്റ് ഒപ്രഷന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അർബൻ കമ്മീഷനാണ്. അത് ഹിന്ദുവിന്റെ പേജ് 6 അതായത് അവരുടെ എഡിറ്റോറിയൽ പേജിനകത്തുള്ള മറ്റൊരു ആർട്ടിക്കിളാണിത്. ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് കേരളത്തിന്റെ അടുത്ത 25 വർഷത്തേക്കുള്ള അർബനൈസേഷനെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അർബൻ പോളിസി കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അർബൻ പോളിസി കമ്മീഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് 1986-ലാണ്. 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നാഷണൽ കമ്മീഷൻ ഓൺ അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ ഈ അർബൻ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ് ചാൾസ് കൊറിയ എന്ന് പറയുന്നത്. ഈ ചാൾസ് കൊറിയയുടെ നേതൃത്വത്തിൽ 1986 അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാഷണൽ കമ്മീഷൻ ഓൺ അർബനൈസേഷൻ. അപ്പോൾ കഴിഞ്ഞൊരു 38 വർഷത്തിനകത്ത് ഇന്ത്യയിൽ ഇത്തരത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒരേ ഒരു ലാസ്റ്റ് 38 ഇയേഴ്സിനകത്ത് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇത്തരത്തിലുള്ള ഒരേ ഒരു ഗവൺമെന്റ് അപ്പോയിന്റഡ് കമ്മീഷനാണ് ഈ കേരളത്തിൽ ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അർബൻ പോളിസി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വളരെ വലിയ സ്പീഡിൽ അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് വളരെ വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോളിസി ഫ്രെയിം വർക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗവൺമെന്റിന് കുറച്ചും കൂടി ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കുറച്ചും കൂടി സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഇത്തരത്തിലുള്ള കമ്മീഷൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ അർബൻ കമ്മീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി മനസ്സിലാക്കി ഇതൊരു അർബൻ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ബേസിക്കലി അർബൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസീസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുക, ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യുക, ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഗ്രോത്തിന് ഉള്ള റോഡ് മാപ്പ് പ്രൊവൈഡ് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലോങ് ടേം സ്ട്രാറ്റജി തയ്യാറാക്കുന്നത് ഇവരാണ്. അപ്പോൾ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ ഏകദേശം 35% അർബൻ ഏരിയാസിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2040 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ പോപ്പുലേഷനെ നിയർലി 50% അർബൻ ഏരിയാസിലായിരിക്കും ജീവിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളം പോലുള്ള സ്റ്റേറ്റുകളുടെയൊക്കെ കേസ് നോക്കുന്ന സമയത്ത് അത് അതിനെക്കാട്ടിലും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കമ്മീഷൻസിനൊക്കെ ഗവൺമെന്റുകൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നിലവിൽ ഇന്ത്യയിൽ ഈ അർബൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1992 അടിസ്ഥാനത്തിലുള്ള അർബൻ ലോക്കൽ ബോഡീസ് ആണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആണ്, മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആണ്. അപ്പോൾ അതും ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പറയുന്ന അർബൻ കമ്മീഷന്റെ സിഗ്നിഫിക്കൻസ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു ലോങ് ടേം വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഇക്വിറ്റിയും അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് നീഡായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഈ അർബൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റൽ ലെവലിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസീസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വേണമെങ്കിൽ അമൃത് മിഷൻ പറയാൻ പറ്റും. അതായത് അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഈ അമൃത് മിഷൻ
നമ്മുടെ അർബൻ ഏരിയാസിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള സർവീസസ് ഉണ്ട്. ഇപ്പോൾ വാട്ടർ സപ്ലൈ, സൂവേജ്, അർബൻ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ്സ്, ബിൽഡിംഗ് അമ്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടൽ മിഷൻ ഫോർ റിജ്യൂനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പ്രൊജക്റ്റാണ് സ്മാർട്ട് സിറ്റി പ്രൊജക്ട് എന്ന് പറയുന്നത്. സ്മാർട്ട് സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാകും ഒരു സിറ്റിക്കകത്തുള്ള. ആ കോർ ഇൻഫ്രാസ്ട്രക്ചറുകൾ അതിനെ ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ അർബൻ ഏരിയാസിൽ ജീവിക്കുന്ന സിറ്റിസൺസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, ഒരു ക്ലീൻ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്മാർട്ട് സൊല്യൂഷൻസ്, ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് സ്മാർട്ട് സിറ്റി പ്രൊജക്ടിനകത്ത് പറയുന്നത്. ഇപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കേരളത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇലക്ട്രിക് ബസ്സുകൾ കാണാൻ പറ്റും, KSRTCയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഈ സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രിക് ബസ്സുകളൊക്കെ സിറ്റീസിൽ കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് ഹൃദയ് എന്ന് പറയുന്ന പദ്ധതി. അതായത് നാഷണൽ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓഗ്മെന്റേഷൻ യോജന എന്നാണ് ഈ ഹൃദയ് എന്നുള്ള പദ്ധതിയുടെ ഫുൾ ഫോം. അപ്പൊ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ അർബൻ പ്ലാനിങ്, എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ഹെറിറ്റേജ് കൺസർവേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഒരു ഇൻക്ലൂസീവ് മാനറിൽ, അതുപോലെ തന്നെ ഒരു സിറ്റിയുടെ ഹെറിറ്റേജ് ക്യാരക്ടർ പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ നടപ്പിലാക്കുക. ഇതൊക്കെ കൂടി ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഹൃദയ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്ന് പറയുന്നത്. ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അർബൻ ഏരിയാസിലുള്ള ഹൗസിംഗ് ഷോർട്ടേജിന്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അർബൻ ഏരിയാസിലുള്ള ഹോംലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾക്ക്, ഇപ്പോൾ ഈ എസ്പെഷ്യലി സ്ലം ഡ്വല്ലേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പുക്ക ഹൗസ്, അതായത് ഒരു മിനിമൽ അമ്യൂണിറ്റീസ് ഉള്ള ഹൗസുകൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷൻ അർബനും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് നിങ്ങൾക്കറിയാം, സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലെൻലിനെസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓപ്പൺ ഡെഫെക്കേഷന്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ അർബൻ വേർഷനാണ് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് നഖൂറ എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ഈ നഖൂറ എന്ന് പറയുന്നത് ആക്ച്വലി സദേൺ ലെബനാനിൽ, ഇപ്പോൾ ഈ നഖൂറ എന്നുള്ള പേര് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെസ്റ്റ് ബാങ്കിലും ഇതേ പേരിൽ ഒരു സിറ്റിനെ, ഒരു ചെറിയൊരു ടൗണിനെ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സദേൺ ലെബനാനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നഖൂറ എന്ന് പറയുന്ന സിറ്റിയാണ്. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഈ ഒരു ടൗൺ ആണ്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡേഴ്സിലുള്ള ലെബനാനിലെ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുമായിട്ട് ഇസ്രായേലിന്റെ നോർത്തേൺ സെക്ടറിൽ ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ ഒരു ലോ സ്കെയിൽ കോൺഫ്ലിക്റ്റിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട്, ഈ ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം. അപ്പോൾ ഈ നഖൂറയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കുറച്ച് ഹിസ്ബുള്ള ഫൈറ്റേഴ്സ് കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു ന്യൂസ് ഇപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നഖൂറയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ലെബനാന്റെ സദേൺ ഏരിയാസിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ ലെബനാൻ ഇസ്രായേൽ ബോർഡറിന്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഈ ലെബനാനിൽ പണ്ട് ലെബനാന്റെ വലിയൊരു ശതമാനം ഏരിയാസും ഇസ്രായേൽ ഒരു 1970s അവസാനം തൊട്ടേ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2000 തുടക്കം വരെ സദേൺ ലെബനാനൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഇസ്രായേലി ഓക്യുപ്പേഷൻ അവസാനിപ്പിക്കാനും, അതുപോലെ തന്നെ ഇസ്രായേൽ ലെബനാൻ ബോർഡറിനകത്ത് ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ ഒരു യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഇൻ ലെബനാനെ, അല്ലെങ്കിൽ UNIL എന്ന് പറയുന്ന ഒരു UN പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1978 തൊട്ട് ഈ UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഈ നഖൂറയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവരുടെ സദേൺ സൈഡിലായിട്ട് വരുന്നത് ഇസ്രായേലാണ്. ഇത് മിഡിൽ ഈസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെവാൻ റീജിയനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ വെസ്റ്റേൺ സൈഡിലായിട്ട് നമുക്ക് മെഡിറ്ററേനിയൻ സീ കാണാൻ പറ്റും, ഈസ്റ്റിലായിട്ട് സിറിയയും കാണാൻ പറ്റും. ഓക്കെ, ഈ സിറിയയുടെ ഇസ്രായേലി ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള സ്ഥലമായിട്ടുള്ള ഗോലാൻ ഹൈറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ലെബനാന് അതിർത്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ലെബനാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് ഉള്ള സദേൺ ലെബനാനിലുള്ള, പക്ഷേ ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് ഷബ ഫാംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെയാണ് സാധാരണഗതിയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ സ്ഥിരമായിട്ട് ഈ ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.